ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സ്കോർ റെയിൽവേ മലയാളത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ സെക്ഷൻ കൺട്രോളർ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്ന വിവരം നിങ്ങൾ ഇതിനോടകം അറിഞ്ഞു കാണും. നോട്ടിഫിക്കേഷൻ വന്നിട്ട് ഒരാഴ്ചയോളമായി. ആപ്ലിക്കേഷൻ ലിങ്ക് ലൈവാണ്. എല്ലാ RRBകളുടെ സൈറ്റിലും ആപ്ലിക്കേഷൻ ലിങ്ക് ലൈവാണ്. അപ്പോൾ നോട്ടിഫിക്കേഷനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് നോട്ടിഫിക്കേഷൻ ഔട്ട് വീഡിയോയിലും, അതുപോലെ തന്നെ ആദ്യമായിട്ട് RRBയിൽ ഒരു എക്സാം രജിസ്റ്റർ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് വൺ ടൈം രജിസ്ട്രേഷൻ എങ്ങനെയാണെന്നുള്ളതും, സെക്ഷൻ കൺട്രോളർ എന്ന് പറയുന്ന എക്സാമിന് എങ്ങനെ അപ്ലൈ ചെയ്യണമെന്നുള്ളതിന് വേണ്ടി ഹൗ ടു അപ്ലൈ എന്ന് പറയുന്ന ഒരു വീഡിയോയും, ഇങ്ങനെ 3 വീഡിയോസ് നമ്മൾ ഓൾറെഡി നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ സെക്ഷൻ കൺട്രോളർ എന്ന് പറയുന്ന പോസ്റ്റ് റെയിൽവേ വിളിച്ചിട്ടുണ്ട്. അതിനെപ്പറ്റി അറിയാത്തവർ ഈ 3 വീഡിയോസ് ആദ്യം ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഈ സെഷൻ്റെ ഉദ്ദേശം എന്താണ്, നമ്മൾ ഇന്ന് എന്താണ് പ്രധാനമായിട്ട് നോക്കാനായിട്ട് പോകുന്നത്? ഇപ്പോഴും കുട്ടികൾക്ക് പ്രധാനമായിട്ടും വരുന്ന ഏതാനും സംശയങ്ങളുണ്ട്. ആ സംശയങ്ങളെ ഒന്ന് മാറ്റി കൊടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ സെഷൻ കൊണ്ട് ഞാൻ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. സാധാരണ നമ്മുടെ അടുത്ത് ചോദിക്കുന്ന കുട്ടികൾ ഫൈനൽ ഇയർ പഠിക്കുന്നവർക്ക് എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ആർക്കൊക്കെയാണ് ഏജ് റിലാക്സേഷൻ ഉള്ളത്, അത് എത്ര വയസ്സ് വരെയാണ് ഏജ് റിലാക്സേഷൻ ഉള്ളത് എന്ന് ചോദിക്കുന്നുണ്ട്. മെഡിക്കൽ സ്റ്റാൻഡേർഡ് A2 എന്ന് പറയുന്ന മെഡിക്കൽ സ്റ്റാൻഡേർഡാണ് സെക്ഷൻ കൺട്രോളർ എന്ന് പറയുന്ന പോസ്റ്റിനകത്തുള്ളത്. അപ്പോൾ ആ മെഡിക്കൽ സ്റ്റാൻഡേർഡ് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ ഏത് RRBയിൽ അപ്ലൈ ചെയ്യണം എന്നുള്ളതും ചോദിക്കുന്നുണ്ട്. ഒഴിവുകൾ എവിടെയാണ്, ഏത് RRB ആയിരിക്കും ആപ്റ്റായിട്ട് നിങ്ങൾക്ക് പറ്റുന്നത്, ഏറ്റവും നല്ല അപ്ലൈ ചെയ്യുന്നത് ഏത് RRBയിലാണ് എന്നും കുട്ടികൾ നമ്മുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസിനെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. സമയം കളയാതെ തന്നെ നമുക്ക് ഓരോരോ പോയിന്റിലേക്ക് കിടക്കാം. അപ്പോൾ ഏറ്റവും ആദ്യത്തെ ചോദ്യം, ക്യാൻ ഫൈനൽ ഇയേഴ്സ് അപ്ലൈ? അപ്പോൾ അതിനകത്ത് RRBയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെ അവർ പറഞ്ഞിട്ടുള്ളൊരു കാര്യം നമുക്ക് നോക്കാം. മൈ ഫൈനൽ റിസൾട്ട്സ് ആർ എക്സ്പെക്റ്റഡ് ആഫ്റ്റർ 14th October 2025. ഒക്ടോബർ 14 ശേഷമാണ് എൻ്റെ ഫൈനൽ ഇയർ റിസൾട്ടുകൾ വരുന്നത്. ക്യാൻ ഐ അപ്ലൈ? എനിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുമോ? അപ്പോൾ RRB പറയുന്ന ഉത്തരം എന്താണ്? നോ. അതായത് 14/10/2025 എന്ന് പറയുന്ന ഡേറ്റ് ആണ് ക്ലോസിംഗ് ഡേറ്റ് ഫോർ സബ്മിഷൻ ഓഫ് അപ്ലിക്കേഷൻ. സെക്ഷൻ കൺട്രോളർ എക്സാമിൻ്റെ അപ്ലിക്കേഷൻ വിൻഡോ ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് ആണ് October 14 എന്ന് പറയുന്നത്. അപ്പോൾ October 14 മുന്നേ നിങ്ങളുടെ ഫൈനൽ റിസൾട്ട് വന്നാൽ മതി. ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്ത് നിങ്ങളുടെ ഫൈനൽ റിസൾട്ട് October 14 മുന്നേ ആണ് വന്നത് എന്ന് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, പ്രശ്നമുള്ള കേസല്ല. എന്നാൽ ഫൈനൽ റിസൾട്ട് October 14 ശേഷമാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ആ കുട്ടികൾ ഈ എക്സാമിന് അപ്ലൈ ചെയ്യാൻ എലിജിബിൾ അല്ല എന്നാണ് RRB പറയുന്നത്. ഇത് RRB തന്നെ പുറത്തുവിട്ടിട്ടുള്ള ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനകത്തും അതിനുശേഷം പുറത്തുവിട്ടിട്ടുള്ള FAQ PDF-നകത്തും വ്യക്തമായിട്ട് RRB പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങളുടെ ആ സംശയം ക്ലിയർ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഫൈനൽ ഇയർ പഠിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫൈനൽ ഇയർ ജസ്റ്റ് എക്സാം ഒക്കെ എഴുതി നിങ്ങളുടെ റിസൾട്ട് October 14 മുന്നേ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ ആണല്ലോ? അപ്പോൾ ആ കാര്യം ക്ലിയർ ആയി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഡിഗ്രിയാണ്. ഏതെങ്കിലും റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ എക്സാമിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അടുത്തത് ഏജ് റിലാക്സേഷൻ. അപ്പോൾ ഏജ് റിലാക്സേഷൻ്റെ കാര്യം പറയുമ്പോൾ ആദ്യം എലിജിബിൾ ആയിട്ടുള്ള ഏജ്, നിങ്ങൾ ഒരു ഓപ്പൺ കാറ്റഗറിക്കാരനാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എലിജിബിൾ ഏജ് എന്ന് പറയുന്നത് 20 വയസ്സ് മുതൽ 33 വയസ്സ് വരെയാണ്. 20 വയസ്സ് മുതൽ 33 വയസ്സ് വരെയാണ് നിങ്ങളുടെ എലിജിബിൾ ആയിട്ടുള്ള ഏജ് എന്ന് പറയുന്നത്. നിങ്ങൾ OBC നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അധികമായി 3 വർഷത്തെ ഇളവ് ലഭിക്കും. നിങ്ങൾ SC/ST കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അധികമായി 5 വർഷത്തെ ഇളവ് ലഭിക്കും. ഇതിന് പുറമെ മൊത്തത്തിൽ ഒരു 7 കാറ്റഗറിയിലുള്ള ആളുകൾക്കാണ് ഏജ് റിലാക്സേഷൻ അതിനകത്ത് പറഞ്ഞിട്ടുള്ളത്, നോട്ടിഫിക്കേഷനകത്ത് പറഞ്ഞിട്ടുള്ളത്. അതിൽ ഞാൻ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏജ് റിലാക്സേഷൻ ക്രൈറ്റീരിയ കൂടെ ഇവിടെ കാണിക്കാൻ ഉദ്ദേശിക്കുകയാണ്. സ്ത്രീകൾ ഹു ആർ വിഡോഡ്, വിധവകളോ ഡിവോഴ്സ്ഡോ ജുഡീഷ്യലി സെപ്പറേറ്റഡോ ആയിട്ടുള്ള സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അപ്പർ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 35 വയസ്സാണ്. നിങ്ങൾ UR ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ EWS ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ OBC NCLകാരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ 3 വയസ്സും കൂടെ കൂട്ടി 38 ആണ്. നിങ്ങൾ SC/STക്കാരാണെന്നുണ്ടെങ്കിൽ പിന്നെയും ഒരു 2 വയസ്സും കൂടെ കൂട്ടി, അല്ലെങ്കിൽ ഇതിൽ നിന്ന് URൽ നിന്നും 5 വർഷം കൂടെ കൂട്ടി 40 വയസ്സ് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ക്രൈറ്റീരിയ കൂടെ നിങ്ങളിവിടെ നോട്ട് ചെയ്ത് വെക്കുക. ഇനി ഇതിന് പുറമെ എക്സ് സർവീസ്മാൻ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും, അവർക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഓൾറെഡി ഗ്രൂപ്പ് C ആൻഡ് ഗ്രൂപ്പ് Dയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും, അവർക്കും ഈ പറഞ്ഞ പോലെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. PWBDക്കാർക്ക് അപ്ലൈ ചെയ്യുന്നതിന് ഏജ് റിലാക്സേഷൻ ഉണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഈ പോസ്റ്റിന് നിലവിലെ സാഹചര്യത്തിൽ നോട്ടിഫിക്കേഷനകത്ത് പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു PWBD കാറ്റഗറിക്കാർക്ക് അപ്ലൈ ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം കൂടെ ഇവിടെ ഓർത്തിരിക്കുക.
ഓക്കെ, അപ്പോൾ ഇതാണ് ഏജ് റിലാക്സേഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. ഇത് ക്ലിയർ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. മൂവിങ് ഓൺ, നമ്മൾ അടുത്ത പോയിന്റിലേക്ക് കടക്കുമ്പോൾ വേക്കൻസി ചാർട്ട്. വേക്കൻസി ചാർട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കണമെന്നുണ്ടെങ്കിൽ എംപ്ലോയ്മെന്റ് നോട്ടീസ് എടുക്കുക കഴിഞ്ഞാൽ അതിന് 35ാമത്തെ പേജിനകത്താണ് വേക്കൻസി ചാർട്ടിനെ പറ്റി കൊടുത്തിട്ടുള്ളത്. ഞാൻ അതിലെ പ്രധാനപ്പെട്ട 6 RRBകളെയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. 6 RRB. അതിൽ ബാംഗ്ലൂരിലെ ടോട്ടൽ വേക്കൻസി എന്ന് പറയുന്നത് 24 UR വേക്കൻസി 11, SC വേക്കൻസി 3, ST വേക്കൻസി 2, OBC 5, EWS 3. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? 24 കിട്ടും. പൊതുവിൽ കുട്ടികൾ അപ്ലൈ ചെയ്യുന്ന RRB ആയിട്ടുള്ള ചെന്നൈ ഇത്തവണ നിങ്ങളെ പറ്റിച്ചിരിക്കുകയാണ്. ചെന്നൈയിൽ ഒഴിവില്ല. ആകെ ടോട്ടൽ 5 ഒഴിവാണുള്ളത്. അതിൽ ഓപ്പൺ കാറ്റഗറിയിൽ 3 ഒഴിവും, SC-കാർക്ക് ഒഴിവില്ല, ST-യിൽ 1, OBC-യിൽ 1, EWS-ൽ 0. ഏറ്റവും കൂടുതൽ ഒഴിവുകളുമായിട്ട് ഇത്തവണ വന്നിട്ടുള്ള RRB എന്ന് പറയുന്നത് മുംബൈ ആണ്. മുംബൈയിൽ 3 സോണുകളിലായിട്ടാണ് ഈ ഒഴിവ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. 3 സോണുകളിലായിട്ട് ഒഴിവ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്താലും എത്ര ഒഴിവുണ്ട്? 44 ഒഴിവ് അവിടെയുണ്ട്. അതിൽ 19 UR ആണ്, 8 SC ആണ്, 5 ST ആണ്, 9 OBC ആണ്, EWS 5 ഒഴിവുകളാണ് ഉള്ളത്. ഇതിന് പുറമെ ഉള്ള ഒഴിവുകളുള്ള RRBs, സൗത്ത് ഇന്ത്യയിലെ RRBs ഞാൻ കൊടുത്തിട്ടുണ്ട്. സെക്കന്ദരാബാദിൽ 25 ഒഴിവുണ്ട്, ട്രിവാൻഡ്രം RRBയിൽ 19 ഒഴിവുണ്ട്. ഇനി മുംബൈ അല്ലാതെ ഏറ്റവും കൂടുതൽ ഒഴിവുള്ള മറ്റൊരു RRB എന്ന് പറയുന്നത് അജ്മേർ ആണ്. പിന്നെ മറ്റൊരു RRB എന്ന് പറയുന്നത് കൊൽക്കട്ടയാണ്. അപ്പോൾ ഈ RRBസിലൊക്കെ നിങ്ങൾക്ക് വേക്കൻസി ഈ പേജ് നമ്പറിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. ഇതിനകത്ത് നിന്ന് നിങ്ങളൊരു RRB സെലക്ട് ചെയ്ത് അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക. പൊതുവിൽ ഞാൻ RRBയുടെ എക്സാംസ് അപ്ലൈ ചെയ്യാനിരിക്കുന്ന കുട്ടികളുടെ അടുത്ത് നിങ്ങൾ ഏത് RRB സെലക്ട് ചെയ്യുമെന്ന് പറയുമ്പോൾ 2 ക്രൈറ്റീരിയസ് ആണ് വെക്കുന്നത്. നാട്ടിൽ ജോലി കിട്ടണം, അല്ലെങ്കിൽ വീടിനോട് ചേർന്ന് കിടക്കുന്ന ദക്ഷിണേന്ത്യയിൽ, സൗത്ത് ഇന്ത്യയിൽ ജോലി കിട്ടണമെന്ന് താല്പര്യമുള്ള കുട്ടികൾ സൗത്ത് ഇന്ത്യയിൽ കാണുന്ന ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ട്രിവാൻഡ്രം വരെയുള്ള ആദ്യത്തെ 5 RRBസിൽ എവിടെയെങ്കിലും അപ്ലൈ ചെയ്യുക. അതല്ല, നിങ്ങൾക്ക് ജോലിയാണ് മുഖ്യം എന്നുണ്ടെങ്കിൽ ഏറ്റവും ഒഴിവ് കൂടുതലുള്ള RRB നോക്കി അപ്ലൈ ചെയ്യുക. സിമ്പിൾ ആയിട്ടുള്ള ലോജിക്കാണ്. അതിൽ കൂടുതലൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ ജോലിയുള്ള ഇവിടുത്തെ RRB എന്ന് പറയുന്നത് മുംബൈ ആണ്. മുംബൈ ഓൾറെഡി ഈ പറയുന്ന പോലെ സൗത്ത് ഇന്ത്യയിൽ, അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വീട്ടിലേക്ക് നമുക്ക് ട്രാവൽ ചെയ്ത് വരാൻ പറ്റുന്ന അത്രയും ദൂരത്തിലുള്ള ഒരു RRB കൂടെയാണ്. സോ പ്രിഫറബിളി നിങ്ങൾക്ക് മുംബൈ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി ട്രിവാൻഡ്രം നല്ല ഓപ്ഷനാണ്. ഈ 19 ഒഴിവുണ്ട്. കമ്പയർഡ് ടു ചെന്നൈ, ട്രിവാൻഡ്രം നല്ല ഓപ്ഷനാണ്. സെക്കന്ദരാബാദ് നല്ല ഓപ്ഷനാണ്. ബാംഗ്ലൂർ നല്ല ഓപ്ഷനാണ്. ചെന്നൈ ഈ തവണ അപ്ലൈ ചെയ്യുന്നവരെ ശ്രദ്ധിക്കുക. ആകെ 5 ഒഴിവുകളാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. ഓക്കെ, അപ്പോൾ ഈ 5 ഒഴിവിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ആളുകൾ എത്രത്തോളം ഉണ്ടാവും നിങ്ങൾ ആലോചിച്ചാൽ മതി. വളരെ കട്ട് ഓഫ് കൂടുതലാനുള്ള എല്ലാ സാധ്യതയുള്ള ഒരു RRBയാണ് ഇത്തവണ ചെന്നൈ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഏത് സോൺ സെലക്ട് ചെയ്യണം, അല്ലെങ്കിൽ ഏത് RRB സെലക്ട് ചെയ്യണം എന്നുള്ളതിൽ നിങ്ങൾ വെക്കേണ്ട മുൻഗണനകൾ ഇതൊക്കെയാണ്, അല്ലെങ്കിൽ നിങ്ങൾ പരിഗണിക്കേണ്ട ഫാക്റ്റുകൾ ഇതൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി ഇതല്ലാതെ നമ്മുടെ അടുത്ത് സ്ഥിരമായിട്ട് കുട്ടികൾ ചോദിക്കുന്ന ഒരു സംഭവമാണ് മെഡിക്കൽ സ്റ്റാൻഡേർഡിനെ പറ്റി ചോദിക്കും. അപ്പോൾ സെക്ഷൻ കൺട്രോളർ എന്ന് പറയുന്ന പോസ്റ്റിൻ്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് A2 മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആണ്. അപ്പോൾ RRB കണ്ടക്ട് ചെയ്യുന്ന മെഡിക്കൽ സ്റ്റാൻഡേർഡ്സിനെ പറ്റി ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. എന്നിരുന്നാലും ഞാൻ ഇവിടെ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. A1, A2, A3, B1, B2, C1, C2 എന്നിങ്ങനെ 7 മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ആണ് പൊതുവിൽ RRB കണ്ടക്ട് ചെയ്യുന്ന പരീക്ഷകൾക്കുള്ളത്. ഓക്കെ, ഇതിൽ A1 എന്ന് പറയുന്നത് എക്സെപ്ഷണലി ഫിറ്റ് ആയിട്ടുള്ള ആളുകൾക്ക്. എക്സെപ്ഷണലി ഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഐസൈറ്റ് പക്കയായിരിക്കണം, നിങ്ങൾ ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം, നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള വിഷയങ്ങളിലോ മറ്റെന്തെങ്കിലും ഒരു പ്രോബ്ലംസും വരാത്ത മെഡിക്കൽ സ്റ്റാൻഡേർഡുള്ള കാറ്റഗറിയാണ് A1. A1 വഴി ജോലിയിലേക്ക് നിങ്ങൾ കയറുന്നത് അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ് എക്സാം പോലെയുള്ള പരീക്ഷകൾ. അത്രയധികം മെഡിക്കലി ഫിറ്റ് ആയിട്ടുള്ളൊരു പോസ്റ്റ്. ഇവിടെ നമ്മുടെ സെക്ഷൻ കൺട്രോളറിൻ്റെ പോസ്റ്റിന് മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് A2 ആണ്. A2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ മെഡിക്കൽ സ്റ്റാൻഡേർഡുള്ള പോസ്റ്റാണ്. രണ്ടാമത്തെ മെഡിക്കൽ സ്റ്റാൻഡേർഡുള്ള പോസ്റ്റാണ് A2 എന്ന് പറയുന്നത്. A1 A2ൻ്റെ പ്രത്യേകത, A1 A2കാർക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റില്ല? സ്പെക്സ് യൂസ് ചെയ്യാനായിട്ടുള്ള സാധ്യത ഇവിടെ ഇല്ല. സ്പെക്ടക്കിൾസ് ഇവിടെ ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. അവർ വ്യക്തമായിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റില്ല, ഗ്ലാസ്സുകൾ ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് വ്യക്തമായിട്ട് അവരിവിടെ പറഞ്ഞിട്ടുണ്ട്. വിത്തൗട്ട് ഗ്ലാസസ്. ഓക്കെ, A1 ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മെഡിക്കലി അല്ലെങ്കിൽ ഐസൈറ്റ് എന്ന് പറയുന്നത് 6/6 ആയിരിക്കണം. A2 ആണെങ്കിൽ 6/9 വിത്തൗട്ട് ഗ്ലാസ്, സ്പെക്സ് യൂസ് ചെയ്യാതെ. കണ്ണട ഉപയോഗിക്കുന്നവർക്ക് ചുരുക്കി പറഞ്ഞാൽ സെക്ഷൻ കൺട്രോളർ എന്ന് പറയുന്ന എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. അവിടെ ഒരു പോയിന്റ് ഞാൻ പറയുന്നത്, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്ലൈ ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ അപ്ലൈ ചെയ്യാം, നിങ്ങൾക്ക് പരീക്ഷ എഴുതാം, നിങ്ങൾ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് പാസ്സാവുന്നു, നിങ്ങൾ CBAT കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് പാസ്സാവുന്നു, അത് കഴിഞ്ഞ് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ നിങ്ങൾ പോകുന്നു, ഇവിടം വരെ ഓക്കെയാണ്.
ഈ CBAT-നൊക്കെ പോകുന്നതിനേക്കാളും മുന്നേ നിങ്ങൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടി വരും. അവിടെ നിന്ന് ഇപ്പോൾ നിങ്ങൾ കള്ള സർട്ടിഫിക്കറ്റ് ഹാജരാക്കി നിങ്ങൾ പരീക്ഷ എഴുതി തന്നെ വിചാരിക്കും, ലാസ്റ്റ് ഒരു മെഡിക്കൽ എക്സാമിനേഷന് പോകുന്ന സമയത്ത് നിങ്ങൾ മെഡിക്കലി അൺഫിറ്റ് ആയിരിക്കും. അപ്പോൾ A2 എക്സാം അല്ലെങ്കിൽ A2 മെഡിക്കൽ സ്റ്റാൻഡേർഡുള്ള ഈ പോസ്റ്റിന് സ്പെക്സ് യൂസ് ചെയ്യുന്നവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല എന്നുള്ള കാര്യം ആദ്യമേ അങ്ങോട്ട് വെച്ചേക്കാം. അപ്പോൾ A1 A2 ഇത് രണ്ടിനും ഗ്ലാസസ് പാടില്ല. A3-ൽ ഗ്ലാസ് ഓക്കെയാണ്, A3-ൽ ഗ്ലാസസ് വെക്കാൻ പറ്റും, പക്ഷെ അതിനകത്ത് വ്യക്തമായിട്ടൊരു പവർ ഡിസ്ക്രിപ്ഷൻ അവർ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് പുറമെ A1 A2 A3 എന്ന് പറയുന്ന ഈ 3 പോസ്റ്റുകൾക്ക് എന്ത് പറ്റില്ല, ലാസിക് സർജറി പറ്റില്ല. Candidates who have undergone LASIK surgery or any other surgery procedure to correct refractory error are not eligible for posts that require medical standards A2. A2 മാത്രമല്ല A1, A2, A3 കാറ്റഗറിയിൽ, അതായത് A എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന മെഡിക്കൽ സ്റ്റാൻഡേർഡ്സിന് നിങ്ങൾ ലാസിക് സർജറി ചെയ്തിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ RRBയുടെ അടുത്തെത്തുമ്പോൾ നിങ്ങൾ മെഡിക്കലി അൺഫിറ്റ് ആയിരിക്കും. ഞാൻ ഈ പറയുന്നത് നമ്മുടെ പ്രീവിയസ് എക്സ്പീരിയൻസസ് ഉണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ കേരള PSCയുടെ പോലെ വളരെ ലൈറ്റ് ആയിട്ടുള്ളൊരു മെഡിക്കൽ ടെസ്റ്റ് അല്ല RRBയുടെ. വളരെ കൃത്യമായിട്ട് അവരെല്ലാം അളക്കും. അവർ വളരെ എന്താ പറയുന്നത് സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് നിങ്ങളുടെ ഈ പറഞ്ഞ എല്ലാ പ്രശ്നങ്ങളും അവർ കണ്ടുപിടിക്കും. അപ്പോൾ നിങ്ങൾ ഉടായ്പ കാണിച്ചിട്ടൊന്നും അവിടെ ചെന്നാൽ നടപടിയാവുന്ന കേസല്ല, നിങ്ങൾ മെഡിക്കലി അൺഫിറ്റ് ആയിട്ട് അവർ ഡിക്ലെയർ ചെയ്യും. ഓക്കെ, B1 B2 C1 C2. B1 B2-ൽ ലേസർ സർജറി അല്ലെങ്കിൽ ലാസിക് സർജറി ഉപയോഗിച്ചവർക്ക് ചെല്ലാം. ആഫ്റ്റർ 1 ഇയർ സർജറി കഴിഞ്ഞതിന് ശേഷം ഒരു കൊല്ലം കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, B1 B2 കാറ്റഗറിയിൽ നിങ്ങൾ എലിജിബിൾ ആണ്. ആ ഒരു കൊല്ലത്തിനിടയിൽ നിങ്ങളുടെ കണ്ണിന് വേറെ കുഴപ്പമൊന്നും ഇല്ല എന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് മാത്രം മതി. C1 C2 എന്ന് പറയുന്നത് പൊതുവിൽ മെഡിക്കലി ഈ പറഞ്ഞ പോലെ അത്ര കണ്ട് അവരൊരു സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു എന്തല്ല മെഡിക്കൽ സ്റ്റാൻഡേർഡ് അല്ല C1 C2 എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സിൻ്റെ കേസിൽ എനിക്ക് പറയാനുള്ളത്. ആൻഡ് അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അവിടെ നിങ്ങൾ കളർ വിഷൻ, നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള കളർ വിഷൻ ഉണ്ടായിരിക്കണം, ബൈനോക്കുലർ വിഷൻ നിങ്ങൾ പാസ്സായിരിക്കണം, നൈറ്റ് വിഷൻ പാസ്സായിരിക്കണം, മയോപിക് വിഷൻ പാസ്സായിരിക്കണം. പല കുട്ടികളും ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ 6/6 സൈറ്റുള്ള ആളുകളായിരിക്കും, പക്ഷേ ഈ പറഞ്ഞ പോലെ ബൈനോക്കുലർ വിഷനോ കളർ വിഷനോ നിങ്ങൾ ചെക്ക് ചെയ്തുകൊള്ളണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾ ഇതിനകത്ത് കൊടുത്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും പക്കയല്ലേ, ഫിറ്റ് അല്ലേ എന്ന കാര്യം ഉറപ്പ് വരുത്തുക. അത് ഉറപ്പ് വരുത്തിയതിന് ശേഷം എക്സാമിന് അപ്ലൈ ചെയ്യുക, എക്സാമിന് കൃത്യമായിട്ടിരുന്ന് പഠിക്കാനായിട്ട് നോക്കുക. അപ്പോൾ ഇതാണ് മെഡിക്കൽ സ്റ്റാൻഡേർഡിൻ്റെ കേസിൽ എനിക്ക് പറയാനുള്ളത്. മെഡിക്കൽ എക്സാമിനേഷൻ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല. നമ്മുടെ ജൂനിയർ എഞ്ചിനീയർ എക്സാമിൻ്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ മെഡിക്കൽ എക്സാമിനേഷൻ തൊട്ട് മുന്നേ ആയിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നോക്കിയാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് മെഡിക്കൽ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി മെയിനായിട്ട് നമ്മളിനി വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യാൻ പോകുന്ന വീഡിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീറ്റെയിൽ സ്റ്റഡി പ്ലാനും സബ്ജക്റ്റ് വൈസ് ഓറിയൻറ്റേഷനും. അപ്പോൾ നിങ്ങളുടെ സിലബസ് ഓൾറെഡി നിങ്ങൾ കണ്ടു കാണിരിക്കും. അപ്പോൾ അതിനകത്ത് എങ്ങനെയാണ് നിങ്ങളിനി വരുന്ന ദിവസങ്ങളിൽ എക്സാം എന്ന് എക്സ്പെക്റ്റ് ചെയ്യണം എന്ന് കണക്കൂട്ടിക്കൊണ്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ആൻഡ് ആ സിലബസിനകത്ത് കൊടുത്തിട്ടുള്ള സബ്ജക്റ്റുകളുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഓറിയൻറ്റേഷൻ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി തരുന്നുണ്ടായിരിക്കും. മാത്സ് ഉണ്ട്, 3 പാർട്ടായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ആ ഓരോ പാർട്ടും എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള സബ്ജക്റ്റ് ഓറിയൻറ്റേഷൻ വിത്ത് ക്വസ്റ്റ്യൻസ് അതെല്ലാം നിങ്ങളെ എങ്ങനെയാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ വെച്ചുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള സബ്ജക്റ്റ് വൈസ് ഓറിയൻറ്റേഷൻസും സ്റ്റഡി പ്ലാനും ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ സെക്ഷൻ കൺട്രോളറിന് വേണ്ടി നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് വേണ്ടി തരുന്നുണ്ടായിരിക്കും. ആൻഡ് നമ്മൾ ഓൾറെഡി ഞാനിതിന് മുന്നുള്ള വീഡിയോസിലെല്ലാം പറഞ്ഞിട്ടുണ്ട്, സെക്ഷൻ കൺട്രോളറിന് വേണ്ടി അല്ലെങ്കിൽ RRB എക്സാംസിന് വേണ്ടി നമ്മൾ ഒരു ടെലഗ്രാം ചാനൽ, ഒരു ചാറ്റ് റൂം തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അവിടെ നിങ്ങൾക്ക് കുട്ടികൾക്ക് പരസ്പരം സംസാരിക്കാനും അവിടുത്തെ ഫാക്കൽറ്റീസായിട്ട് നേരിട്ട് സംസാരിക്കാനുമുള്ള ഒരു അവസരം അവിടെയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അവിടെ ജോയിൻ ചെയ്യാവുന്നതാണ്. സെക്ഷൻ കൺട്രോളറിൻ്റെ കോഴ്സ് നമ്മൾ ഓൾറെഡി ഓപ്പൺ ആണ്, അഡ്മിഷൻ ഓപ്പൺ ആണ്. താല്പര്യമുള്ള കുട്ടികൾക്ക് എന്ത് ചെയ്യാം, ഈ കോഴ്സിനകത്തും ജോയിൻ ചെയ്യാവുന്നതാണ്. ഈ കാണുന്ന നമ്പറിൽ വിളിക്കാം. ഗൂഗിൾ ഫോം നമ്മൾ താഴെ കൊടുക്കുന്നുണ്ടായിരിക്കും ഡിസ്ക്രിപ്ഷനിൽ. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ ഫോം ഫില്ല് ചെയ്തതിന് ശേഷം നമ്മുടെ കോഴ്സിനകത്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാ കുട്ടികളും ഉഷാറായിട്ട് പഠിക്കുക. ഇതുപോലെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. പരമാവധി നമ്മൾ നിങ്ങൾക്ക് വേണ്ടി മറുപടി തരാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരിക്കും. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.